ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ വേൾഡ്. ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിറവം രാജാതിരാജ സെൻറ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ പള്ളിയുടെ കീഴിലുള്ള മോർ അപ്രേം കുടുംബ യൂണിറ്റിൻ്റെ അംഗങ്ങൾ എല്ലാവരോടും കൂടി ഒരു വിനോദസഞ്ചാര യാത്രയിലാണ് നമ്മൾ പോകുന്നത്. അതിരപ്പള്ളി വാഴച്ചാലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് അതിരപ്പള്ളി വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത്. നദികളോ അരുവികളോ കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണ് വെള്ളച്ചാട്ടം. വാഴച്ചാൽ വെള്ളച്ചാട്ടം അതിരപ്പള്ളിക്ക് സമീപം ഷോളയാർ വനനിരകളിലെ ശാന്തമായ വെള്ളച്ചാട്ടമാണ്. ചാലക്കുടി പുഴയുടെ ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അതിരപ്പള്ളി വാഴച്ചാലാണ്. അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ ടൂറിസ്റ്റ് പ്ലേസിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ വീഡിയോ കാണാം. അതിരപ്പള്ളി വാഴച്ചാലിൽ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് വാഴച്ചാലിലാണ്. അവിടെ പാസ് എടുക്കാൻ വേണ്ടിയിട്ട് 50 രൂപ 84 പൈസയാണ് മുതിർന്നവർക്ക്. കുട്ടികൾക്ക് 12 രൂപ 70 പൈസയുമാണ് കേട്ടോ ഇവിടെ ചാർജ്. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ പൊതുജനങ്ങൾക്കായി തുറക്കുന്നു. സന്ദർശകർക്ക് വൈകുന്നേരം 5:30 മണി വരെ, ചില സമയങ്ങളിൽ 6 മണി വരെ മാത്രം പ്രവേശനവും വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്തേക്ക് പോകാനും അനുവാദമുള്ളൂ. നിയമപരമായ കുറേ മുന്നറിയിപ്പുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ 5000 രൂപ വരെയാണ് പിഴ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിരപ്പള്ളിയിൽ നിന്നും കഷ്ടി 5 കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ചടുല താളമാണ് അതിരപ്പള്ളിക്കെങ്കിൽ ആരെയും മയക്കുന്ന സൗന്ദര്യമാണ് വാഴച്ചാലിന്. ഹരിത സമൃദ്ധിയാൽ അനുഗ്രഹീതമാണ് ഇരു വെള്ളച്ചാട്ടവും. വംശനാശം നേരിടുന്ന 4 തരം വേഴാമ്പലുകൾ വാഴച്ചാൽ വനങ്ങളിലെ അന്തേവാസികളാണ്. പക്ഷി ശാസ്ത്രജ്ഞരുടെയും പക്ഷി നിരീക്ഷകരുടെയും ഇഷ്ടകേന്ദ്രം കൂടിയാണ് നമ്മുടെ വാഴച്ചാൽ. മഴക്കാലം അല്ലാത്തതിനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കുറവായിരിക്കും. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച അനുഭൂതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ അമ്മിമോൾ പയ്യെ സ്റ്റക്കായിട്ടോ. കാരണം വെച്ചാൽ അവിടെ ചെറിയൊരു പാർക്ക് മോഡൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ മനോഹരമായ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ആർത്തിരുമ്പി വരുന്ന വെള്ളം നല്ല പതഞ്ഞ് പാല് പോലെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലുള്ള ഈ കൈവരിയിൽ നിന്ന് എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ പകർത്തുന്നുണ്ട്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഭംഗി എല്ലാവരും അതേപടി തങ്ങളുടെ കൈകളിലേക്ക് ഒപ്പിയെടുക്കുകയാണ്. ഞങ്ങളും ഒട്ടും കുറച്ചില്ല, സെൽഫിയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് തകർക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. വെള്ളത്തിന് നല്ല ശബ്ദമാണ്, വെള്ളത്തിൻ്റെ ചിലുചിലാന്നുള്ള ശബ്ദമാണ് ആദ്യം നമ്മൾ കേട്ടത്. ഇപ്പോഴും നല്ല സൗണ്ടിലാണ് ഒഴുകി പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയല്ലേ, പാൽപ്പുഴ പോലെയുണ്ട്, നല്ല പതഞ്ഞ് ആണ് ഒഴുകുന്നത്. ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത് മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകർക്ക് ഒരു വല്ലാത്ത അനുഭൂതിയാണ് നൽകുന്നത്. ഈ നമ്മളുടെ ഇവിടെയെല്ലാം നല്ല ചൂടാണല്ലോ, അവിടെ ചെല്ലുമ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള
അനുവാദമില്ല. അതുകൊണ്ട് മേലെ നിന്ന് നമ്മൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണല്ലേ, കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കെ തോന്നും, പക്ഷേ ഒരു നിവൃത്തിയുമില്ല. മേലെ നിന്ന് കാണുക തന്നെ. നിറയെ മരങ്ങളുണ്ട് കേട്ടോ. മരങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് അതിനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു പ്രകൃതി വളരെ മനോഹരമായിട്ട് നമ്മളെപ്പോലുള്ള സന്ദർശകർക്ക് കാണുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ മഴക്കാലത്ത് എന്ത് രസമായിരിക്കും അല്ലേ. ഇതിന് നല്ല അടിപൊളിയായിരിക്കും കാണുവാനായിട്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതിനാൽ കുറച്ച് ഇലകളൊക്കെ പൊഴിഞ്ഞ് എല്ലാം നിൽക്കുകയാണല്ലോ മരങ്ങളെല്ലാം. മഴക്കാലം ആകുമ്പോഴത്തേക്കും എല്ലാം നല്ല പൂത്ത് തളർത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടാവും. എല്ലാവരുടെയും ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതിരപ്പള്ളിയിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. വാഴച്ചാൽ കണ്ട് വാഴച്ചാലിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ പതുക്കെ ഇവിടുന്ന് വിട പറയും. പുഴയിൽ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ് എന്ന ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വിട വാങ്ങുകയാണ്. പ്ലാസ്റ്റിക് കർശന നിയന്ത്രണമാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നിക്ഷേപിക്കണം. നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രകൃതി നമ്മൾക്ക് പണി തരും. അത്ര വളരെ മനോഹരമായിട്ടാണെന്ന് നോക്കിക്കേ. നല്ല രസമല്ലേ. അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഇതെല്ലാം നശിച്ചു പോകും. രണ്ട് കൂട്ടുകാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പാവങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മളുടെ വാഹനം വരുന്നത് നോക്കി നിൽക്കുകയാണ്. നമ്മളിനി പോകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുവാനായിട്ടാണ്. എല്ലാവരും വണ്ടി വരുന്നത് നോക്കി അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അടുത്ത അതിരപ്പള്ളിയിലേക്ക് നമ്മൾ പോകുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. അവിടെ എത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർപ്പിക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പള്ളി. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അകലെയുള്ള അതിരപ്പള്ളി പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണ്. ഷോളാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പള്ളി. ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടിയിൽ നിന്ന് 30 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാനത്തുനിന്ന് തന്നെ ഏറ്റവും അധികം സഞ്ചാരികളെ ആകർഷിക്കുന്നതും ഏറെ നയനമനോഹരമായ സ്ഥലമാണിത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് ബാഹുബലി സിനിമയിലെ ഐതിഹാസിക വെള്ളച്ചാട്ട രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര വളരെ മനോഹരമായിട്ടാണല്ലേ സിനിമയിൽ നമുക്കത് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിരപ്പള്ളിയിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ റോഡാണ് കേട്ടോ. ചെറിയ റോഡിലൂടെ വനത്തിൻ്റെ ഉള്ളിലൂടെ വളരെ മനോഹരമായ ഒരു യാത്രയാണ്. അങ്ങനെ അതിരപ്പള്ളി ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. അതിരപ്പള്ളിയിൽ പ്രത്യേകം പാസ് വേണ്ട കേട്ടോ. വാഴച്ചാലിലെടുത്ത പാസ് കളയാതെ നമ്മൾ സൂക്ഷിച്ച് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരിവിടെ പഞ്ച് ചെയ്ത് തരും. നമ്മൾക്ക് ആ പാസ് ഇവിടെ കാണിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഒരു പാസ് എടുത്താൽ 2 സ്ഥലവും നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കയറ്റം പോലൊരു നടവഴിയാണ്. ഇവിടെയും കല്ലൊക്കെ വിരിച്ച് വളരെ മനോഹരമായി കെട്ടിയെടുത്ത നടപ്പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു മുള കൊണ്ടൊരു ഷെഡൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് നിറയെ മരങ്ങളൊക്കെ നിറഞ്ഞ് വളരെ മനോഹരമായ ഒരു ഇതാണ് അതിരപ്പള്ളിയിൽ നമ്മളെ കാത്തിരുന്നത്. എന്തായാലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ കാട്ടുതേനൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. അപ്പോൾ ഈ മനോഹരമായി കിടക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയും വെള്ളം കുറവാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം. എന്തായാലും നല്ല രസമുണ്ട് കാണുവാനായിട്ട്. അപ്പം നല്ല വെള്ളം വരുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല കുതിച്ച് നല്ല മഞ്ഞിങ്ങനെ ഒഴുകുന്നത് പോലെ നല്ല ഭംഗിയായിരിക്കും അല്ലേ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്, വെയിലായി തുടങ്ങി. പക്ഷേ വെള്ളത്തിൻ്റെ ആ ഭാഗത്ത് നല്ല തണവാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും ആളുകൾ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നത്. അതിരപ്പള്ളിയുടെ താഴ്ഭാഗമാണ്. ഇവിടെ കയറ് കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ആയിട്ട്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അവർ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുത്തി മറിയുന്നുണ്ട്. എന്തായാലും വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് അടിപൊളിയായി നിൽക്കുന്നു. വെയിലായതുകൊണ്ട് ആമിമോളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ അതിരപ്പള്ളി വാഴച്ചാൽ വിശേഷങ്ങളുമായി എത്തിയ ഈ വിനോദയാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും